ഹായ് കൂട്ടുകാരെ, നമ്മൾ 7ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായിട്ടുള്ള ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യകൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പേജ് നമ്പർ 34 ചോദ്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. ഇതുവരെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 1ാം ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ചോദ്യം ഒന്ന് വായിക്കാം. 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? എ റോപ്പ് ഓഫ് 2 meter long is cut into 5 equal pieces. What is the length of the 3/4 of one of the piece in meter in centimeter? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഓഫ് ദി റോപ്പ്, കയറിൻ്റെ നീളം. ലെങ്ത് ഓഫ് ദി ക്രോപ്പ്, കയറിൻ്റെ നീളം സമം 2 മീറ്റർ. നമ്മൾ എത്ര തുല്യ ഭാഗങ്ങൾ ആക്കിയിരിക്കുന്നത്? 5 തുല്യ ഭാഗങ്ങൾ, ഈക്വൽ പാർട്സ് സമം 5. 1 പാർട്ട്, അതായത് മൊത്തം നീളത്തിൽ ഒരു ഭാഗം എത്രയാണ്? 1 പാർട്ട്, ഒരു ഭാഗം. മൊത്തം എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 5. മൊത്തം 5ൽ 2 ഭാഗം, മീറ്റർ, അതായിരിക്കും ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. ഇതിൽ 3/4, 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? 3/4, 1/4 അല്ലേ? 1/4 ഭാഗം 3/4 ഈക്വൽ ടു നമുക്കറിയാം 3/4 ആണെന്ന്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് 3/4, ക്വാർട്ടർ ഭാഗത്തിൻ്റെ നീളം എത്ര? ലെങ്ത് ഓഫ് 3/4, 3/4ൻ്റെ നീളം സമം 3/4, 1/4 ഭാഗം ഇൻറ്റു നമുക്ക് ഒരു പീസിൻ്റെ നീളം അറിയാം 2/5 ഈക്വൽ ടു 3 × 2 6, 4 × 5 20 മീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? 100 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6/20 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. 6 × 100 600, 600/20. ഇനി എന്ത് ചെയ്യുക? ഓരോ സീറോസ് ഇവിടെയും ക്യാൻസൽ ആക്കുക. ബാക്കി 60/2. ഇതിൻ്റെ അർത്ഥം എന്താണ്? 60ൻ്റെ പകുതി. 60ൻ്റെ പകുതി എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. അതായിരിക്കും 1/4 ഭാഗത്തിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ. ഇതാണ് 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം വായിക്കാം. ചോദ്യം ഞാൻ എന്ത് ചെയ്യാം? സ്ക്രീനിൽ ഷെയർ ചെയ്യാം. 3 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരുപോലെയുള്ള 5 കുപ്പികളിൽ നിറച്ചു. ഇപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അത് എത്ര മില്ലി ലിറ്റർ ആണ്? ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. എ ബോട്ടിൽ ഓഫ് ദി സെയിം സൈസ് were filled with 3 liter of water. One of these was used to fill 5 cups of the same size. How much water is there in one such cup in liter and in milliliter? നമ്മളോട് ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ട് മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? 3 ലിറ്റർ വെള്ളം. ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ അളവ് സമം 3 ലിറ്റർ. എത്ര ഈക്വൽ കുപ്പിയിൽ തുല്യമായിട്ട് ആക്കിയിട്ടുണ്ട്? 4. 4 ഈക്വൽ ബോട്ടിൽ, 4 തുല്യ കുപ്പികളിലാക്കിയിട്ടുണ്ട്. ഒരു കുപ്പിയിൽ അപ്പം എത്ര ഉണ്ടാവും നമുക്ക് എഴുതണം. 1 ബോട്ടിൽ, ഒരു കുപ്പി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? എത്ര കുപ്പികളുണ്ട്? ഈക്വൽ ബോട്ടിൽസ് 4.
ടോട്ടൽ ലിറ്റർ മേലെ എഴുതുക. 3/4 ലിറ്റർ ആയിരിക്കും ഒരു കുപ്പിയിൽ ഉണ്ടായിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ. എന്താ ചെയ്തത്? ഇതൊരു കുപ്പി എന്ന് വിചാരിക്കുക. ഈ കുപ്പിയിൽ ഇപ്പോൾ എത്ര ലിറ്റർ വെള്ളമുണ്ട്? 3/4 ലിറ്റർ വെള്ളമുണ്ട്. ഇതിനെ ഞാൻ എന്താക്കി? തുല്യമായിട്ട് 5 കപ്പുകളിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഈ വെള്ളത്തിനെ തുല്യമായി 5 കപ്പുകളിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര വെള്ളം കൊള്ളും? അത് ലിറ്ററിലും മില്ലി ലിറ്ററിലേക്കും ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒരു കപ്പിൽ കൊള്ളുന്ന വെള്ളം, വാട്ടർ ഇൻ 1 കപ്പ്. എങ്ങനെയാണ് എഴുതുക? മൊത്തം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൊത്തം 5 കപ്പ്. അതിൽ ഒരു കപ്പിൽ കൊള്ളുന്നതാണ്. അപ്പം 5ൽ 1 ഭാഗം. നമുക്ക് എന്ത് ചെയ്യണം? ഒരു കപ്പിൽ കൊള്ളുന്ന വെള്ളം 1/5. ഇനി ഒരു കപ്പിൽ കൊള്ളുന്ന വെള്ളം, വാട്ടർ ഇൻ 1 കപ്പ്, 1/5 ഇൻറ്റു ടോട്ടൽ വാട്ടർ എത്രയാണ്? 3/4. നമുക്ക് സംശയം ഉണ്ടാവും 5/1 എങ്ങനെയാണ് വന്നതെന്ന്. ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര കപ്പുണ്ട്? 5. അതിൽ 1 ഭാഗമായിരിക്കും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ആ 5/1 ടോട്ടൽ വെള്ളമായിട്ട് എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തം 5 കപ്പ്, അതിൽ 1 കപ്പിത്തെ പറയുമ്പോൾ 5ൽ 1 ഭാഗം. 2 കപ്പാണെങ്കിൽ 5ൽ 2 ഭാഗം. 3 കപ്പാണെങ്കിൽ 5ൽ 3 ഭാഗം ഇൻറ്റു 3/4 എന്ന് എഴുതി. ഇനി ഗുണിക്കുക. 1 × 3 3, 5 × 4 20 ലിറ്റർ. അപ്പോൾ ഒരു കപ്പിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 3/20 ലിറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഈ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് ആക്കാൻ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3/20 ഇൻറ്റു 1000. 3 × 1000 3000/20. ഇവിടെ രണ്ടും നമുക്ക് എത്ര സീറോസ് വെട്ടിക്കളയാം? നമുക്ക് 300, ഓരോ സീറോ വെട്ടിക്കളയാം. ബാക്കി എത്ര ഉണ്ടാവുക? 300/2. 300ന്റെ പകുതി എത്രയാണ്? 150 മില്ലി ലിറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലിറ്ററിലും കിട്ടി, മില്ലി ലിറ്ററും കിട്ടി. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ചോദ്യം വായിക്കാം. 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തങ്ങ ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി. അതിൽ ഒരു കഷ്ണത്തിന് വീണ്ടും പകുതിയാക്കി. ഈ 2 കഷ്ണങ്ങളിൽ ഓരോന്നും എത്ര കിലോഗ്രാം ഭാരമുണ്ട്? ഇത് എത്ര ഗ്രാമാണ്? ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. എ വാട്ടർമെലൺ വെയ്റ്റ് 4 kilogram was cut into 5 equal pieces. One piece was again halved. What is the weight of each of these 2 pieces in kilogram and in gram? അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര, അതായത് ഒരു തണ്ണിമത്തൻ്റെ ഭാരം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതുക? വെയ്റ്റ് ഓഫ് വാട്ടർമെലൺ, തണ്ണിമത്തൻ്റെ ഭാരം സമം 4 കിലോഗ്രാം. അതിന് എത്ര ഈക്വൽ പാർട്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5. 5 ഈക്വൽ പാർട്സ്, 5 തുല്യ ഭാഗങ്ങൾ. ഇനി അതിലെ ഒരെണ്ണം എടുത്ത് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 2 ഭാഗമാക്കിയിട്ടുണ്ട്. ഇനി 5 തുല്യ ഭാഗങ്ങളാണ്. അപ്പം അതിലെ ഓരോന്നിൻ്റെയും ഭാരം നമുക്ക് കണ്ടുപിടിക്കണം. ഓരോ ഭാഗം 5 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗം എത്ര പാർട്ടാണെന്ന്. ഓരോ ഭാഗം ഈച്ച് പാർട്ട് മൊത്തം എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 5. തണ്ണിമത്തൻ്റെ ആകെ വെയിറ്റ് 4. അപ്പോൾ ഓരോ തണ്ണിമത്തൻ്റെയും കഷ്ണങ്ങളാക്കിയതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ 4/5 ആയിരിക്കും. ഇനി അതിലെ ഒരെണ്ണം എടുത്ത്, അതായത് 5 കഷ്ണമാക്കി, അതിലത്തെ ഒരു കഷ്ണം എടുത്ത് വീണ്ടും എത്ര ഭാഗമാക്കി? 2 കഷ്ണമാക്കി. ഒരു കഷ്ണം എടുത്ത് വീണ്ടും 2 കഷ്ണമാക്കി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അത് എത്ര ഭാഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം.
1 piece again halved. ഒരു കഷ്ണം വീണ്ടും എന്താക്കി? പകുതിയാക്കി. ഒരു ഭാഗം പിന്നെയും പകുതിയാക്കി. അപ്പോൾ എത്ര ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഒരു കഷ്ണത്തിന് വീണ്ടും പകുതിയാക്കുമ്പോൾ എങ്ങനെയായിരിക്കും? മൊത്തം 2 കഷ്ണം. അതിലൊരു കഷ്ണം എത്രയായിരിക്കും? 2ൽ 1 ഭാഗം ഈ ഒരു കഷ്ണം. അപ്പോൾ നമുക്ക് എഴുതാം 1/2 ഇൻറ്റു അതിൻ്റെ ഇതിലെ 2 ഭാഗമാക്കി അതിലെ ഓരോ കഷ്ണത്തിൻ്റെ വെയിറ്റുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഓരോ കഷ്ണം 2ൽ 1 ഭാഗമായിരിക്കും. അപ്പോൾ 2ൽ 1 ഭാഗം ഇൻറ്റു ഓരോ ഭാഗത്തിൻ്റെ കഷ്ണത്തിൻ്റെ വെയിറ്റ് എത്രയാണ്? 4/5. 1 × 4 4 2 × 5 10. ഇനി 4/10 ആയിരിക്കും ഓരോ കഷ്ണത്തിൻ്റെയും ഈ 2 ഭാഗങ്ങളാക്കിയതിൽ ഓരോ കഷ്ണത്തിൻ്റെയും ഭാരം എന്ന് പറഞ്ഞാൽ. ഇനി ഈ കിലോഗ്രാമിനെ എന്തിലേക്ക് മാറ്റണം? ഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാമിലേക്ക് മാറ്റാൻ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1000 മൾട്ടിപ്ലൈ ചെയ്യുക. 4/10 ഇൻറ്റു 1000. 4 × 1000 എത്രയാണ്? 4000/10. എന്ത് ചെയ്യുക? താഴെ എത്ര 0 ഉണ്ടോ അത്രയും 0 മേലിൽ നിന്നും ക്യാൻസൽ ചെയ്യുക. ഓരോ സീറോസ് വെട്ടി ബാക്കി 400/1. 400/1 എത്രയാണ്? 400. ഒരു സംഖ്യേനെ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും? അതേ സംഖ്യ, അതായത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന സംഖ്യ ആയിരിക്കും. അപ്പോൾ 400 കിലോ ആയിരിക്കും ഈ പകുതി ആക്കിയതിൽ ഒരു കഷ്ണത്തിൻ്റെ ഭാരം. നമ്മൾ ഇപ്പം 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.